ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു കുഞ്ഞു ഗ്യാപ്പിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കണം എന്ന് വിചാരിച്ചു. സോ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ അനിയത്തിമാർക്കായിക്കോട്ടെ, ചേച്ചിമാർക്കായിക്കോട്ടെ, എൻ്റെ സമപ്രായക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു കോളേജിൽ പോകണമെങ്കിലോ ഓഫീസിൽ പോകണമെങ്കിലോ ഒരു കുഞ്ഞു ഫംഗ്ഷന് പോകണമെങ്കിലോ എങ്ങനെ ഒരുങ്ങാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ടെൻഷൻ. സോ ആ ടെൻഷൻ ഞാനിന്ന് മാറ്റിത്തരാം. അപ്പം ഞാൻ എൻ്റെ ഡെയിലി എൻ്റെ ഫേസ് കെയർ റുട്ടീൻ എങ്ങനെയാണെന്നും അതിൻ്റെ പ്രൊഡക്ട്സൊക്കെ എന്താണെന്നുള്ളതാണ് ഞാൻ കാണിക്കുക. ഇപ്പം എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയതുകൊണ്ട് എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നാണ്. അപ്പം എൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ പ്രൊഡക്ട്സാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഫസ്റ്റ് ഞാനിവിടെ എൻ്റെ ഫേസ് ഒന്ന് ക്ലെൻസർ കൊണ്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് സെറ്റാഫിലിൻ്റെ ജെൻറ്റിൽ സ്കിൻ ക്ലെൻസറാണ്. ഡ്രൈ സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണിത്. നല്ലൊരു ക്ലെൻസറാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ സെറ്റാഫിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യണത് നമ്മുടെ ടോണറാണ്. ടോണർ ഫേസിൽ അപ്ലൈ ആണ്. അതിൽ ഞാൻ ന്യൂട്രിജനിൻ്റെ സൂത്തിങ് ക്ലിയർ ടോണറാണ് യൂസ് ചെയ്യുന്നത്. കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊന്ന് അബ്സോർബ് ആയിക്കോട്ടെ. ഓക്കെ, ഇത് തുടച്ചൊന്നും കളയരുത്, ജസ്റ്റ് ഒന്ന് അബ്സോർബ് ചെയ്തോട്ടെ അത്. എന്നിട്ട് നിങ്ങൾ നമുക്കടുത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, ടോണർ ഇപ്പോൾ ഫേസിൽ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിനിമലിസ്റ്റിൻ്റെ നിയാസിനമൈഡ് 10% സെറമാണ് യൂസ് ചെയ്യുന്നത്. നേരെ ഇങ്ങനെയല്ല ഇടുന്നത്. ഞാനിങ്ങനെ കയ്യിൽ കുറച്ച് ഒരു 4 ഡ്രോപ്സ് എടുത്തിട്ട് 4 ഡ്രോപ്സ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കഴുത്തിലും ഫേസിലും ഇങ്ങനെ പുരട്ടും. ഏകദേശം ആയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ബയോട്ടിക്കിൻ്റെ മോർണിംഗ് നെക്ടർ എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കാറ്. എനിക്കിത് കുഴപ്പമില്ലാത്ത തോന്നിയായിരുന്നു. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നനുസരിച്ച് അപ്ലൈ ചെയ്യണതായിരിക്കും നല്ലത്. ഞാനൊരു കുറച്ച് എമൗണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഒന്ന് ഇച്ചിരി സെക്കൻഡ്സ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ഒന്ന് അബ്സോർബ് ആയിക്കോട്ടെ. പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് സൺസ്ക്രീനാണ് അടുത്ത് ഇടുന്നത്. പക്ഷേ സൺസ്ക്രീൻ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഇടരുത്, ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. നിങ്ങൾ ഈ മോയ്സ്ചറൈസർ ഇടുമ്പോഴേക്ക് നന്നായിട്ട് ആ ടൈമിൽ സ്കിന്നിന് നല്ല രീതിയിൽ ഫേസ് മസാജ് കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് സൺസ്ക്രീനാണ്. പുറത്തേക്ക് ഇറങ്ങുകയാണല്ലോ, ഇപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം. പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ല, പകൽ വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ ഇടണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രിജനിൻ്റെ അൾട്രാ ഷിയർ ഡ്രൈ ടച്ച് സൺബ്ലോക്ക് 50+ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. കുറച്ചും കൂടി നല്ലൊരു ഗ്ലോ കിട്ടുന്ന അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഓരോന്നും ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഫേസിലുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ചെയ്യുന്നത് ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാൻ മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ ആക്റ്റീവ് വെയർ ഫൗണ്ടേഷനാണ് എടുത്തേക്കുന്നത്. നല്ലൊരു ഫൗണ്ടേഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലൈ ആണ്. കുറച്ചെടുത്താൽ മതി. നമ്മൾ ഈ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ നമ്മുടെ
പരിപാടി എന്താണെന്ന് നോക്കിയിട്ട് വേണം ഫൗണ്ടേഷൻ ഇടാൻ കേട്ടോ. ഇത് കുറച്ചിട്ടാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുൾ കവറേജ് കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണിത്. വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഓക്കെ എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു കവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ. വാട്ടർ പ്രൂഫാന്നൊക്കെ പറയുന്നു. നല്ലൊരു ഇതാണ്. ഞാനിങ്ങനെ എല്ലായിടത്തും ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ളവരും പറയണം കേട്ടോ. പക്ഷേ സ്റ്റെപ്സ് നിങ്ങൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണം. അതായത് എന്താണ്, ക്ലെൻസർ, ടോണർ, പിന്നെന്താണ്, ഞാനിടയ്ക്ക് മറന്നു പോകുന്നുണ്ടെന്ന് ഗൈസ്. എൻ്റെ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ കുറച്ചും കൂടി കറുപ്പുള്ളപ്പോൾ ഞാനവിടെ കുറച്ചും കൂടി ഇട്ടിട്ട് ഒന്ന് കറുപ്പൊന്ന് മാറ്റിയെടുക്കേണ്ടെന്ന്. എനിക്ക് കൺസീലർ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിത് ജസ്റ്റ് കുറച്ച് പ്രൊഡക്ട്സിൽ എങ്ങനെ നമുക്ക് റെഡി ആവാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ആ ഒരു മുഖത്തിൻ്റെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയില്ലേ? ഓക്കെ, ഇനി കഴുത്തിലും കൂടിയിട്ട് ബാക്കി ഇടാം. ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്പീഡിൽ ചെയ്ത് പോവാണ് കേട്ടോ. കാരണം നിങ്ങൾക്കും സമയമില്ല, എനിക്കും സമയമില്ല എന്ന്. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ലിപ്സിൽ ഇങ്ങനെ ഇതാക്കാം. അപ്പം നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ കറക്റ്റ് നല്ലൊരു ഷെയ്ഡ് കിട്ടും കേട്ടോ. കറക്റ്റ് ഷെയ്ഡ് കിട്ടും. അപ്പോൾ നമുക്ക് ലിപ്പിലും കൂടിയിട്ട്, കാരണം എൻ്റെ ലിപ്പ് കുറച്ച് ഡാർക്കർ ലിപ്പാണ്. അപ്പോൾ ഒരു സെറ്റ് ചെയ്തില്ലേ? ജസ്റ്റ് ഇവിടെ ഐബ്രോ നമ്മുടെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഈ പെൻസിലും വെച്ചിട്ട് തന്നെ ഒന്ന് കുറച്ചും കൂടി ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിവിടെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട്. അതങ്ങോട്ട് ലൈറ്റായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും ഞാൻ. അപ്പോൾ ഐബ്രോ ഒന്ന് സെറ്റായിട്ടില്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ മറ്റേ ലാക്മേൻ്റെ ഐക്കോണിക് കാജലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മേളിൽ കണ്ണെഴുതുവാണ് കേട്ടോ. നീട്ടിയോ വരയ്ക്കേണ്ടവർക്ക് നീട്ടിയൊക്കെ വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മേളിൽ എഴുതിയിട്ടുണ്ട്. താഴെ ഞാൻ മറ്റേ ഇതിൻ്റെ ആണ്, പീസസ് കാനഡയാണ് ഞാൻ താഴെ ഉപയോഗിക്കണേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അറ്റത്തു നിന്നാണ് തുടങ്ങണേ. കുറച്ച് താഴേക്കായിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ഈ കൺമഷി ഇത് കാജൽ വെച്ച് താഴെ എഴുതുമ്പോഴേക്കും നമ്മളൊന്ന് ജസ്റ്റ് ഒരു പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പോവാണ്ട് വല്ലാണ്ട് അങ്ങനെ കറുത്ത് താഴെ ഇങ്ങനെ ഭയങ്കര കരിവാളിച്ചിരിക്കത്തില്ലേ, അങ്ങനെ വരത്തില്ല പൗഡർ ഇട്ടാൽ. ഇപ്പം ഏകദേശം സെറ്റ് ആയിട്ടില്ലേ? എൻ്റെ കണ്ണ്, നിങ്ങൾക്ക് എൻ്റെ കണ്ണ് ഇപ്പം ഏകദേശം കാണുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ കുറച്ചും കൂടെ വാലും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ഇതാ മസ്കാരയാണ്. നമ്മുടെ ഹൈപ്പർ കേൾ മെബിലിൻ്റെ തന്നെയാണ്, മെബിലിൻ ന്യൂയോർക്കിൻ്റെ
മസ്കാര അപ്ലൈ ചെയ്യാം. മേളിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ ഒന്നുകൂടി വിടർന്ന് കിട്ടും. എൻ്റെ മുടിയിലേക്ക് ഉപയോഗിച്ചുതരാം. ഒന്നുകൂടി ഇതേപോലെ നല്ല രീതിയിൽ വിടർന്ന് ഇങ്ങനെ കിട്ടും കേട്ടോ. അതേപോലെ താഴെയും ഇപ്പം ഏകദേശം 2 സൈഡും വിടർന്ന് കിട്ടിയിട്ടില്ലേ. ഇനി ഞാൻ ചെയ്യണത് ഇപ്പം കണ്ണ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ കുറഞ്ഞ പ്രൊഡക്ട്സിൽ എങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കണ്ണ് ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ആ കണ്ണെഴുതിയതിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? നല്ലതല്ലേ? നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാനിനി ചെയ്യുന്നത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് എനിക്കിത് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ലാക്മേൻ്റെ അതായത് അബ്സല്യൂട്ട് മാറ്റ് മെൽറ്റ് ലിക്വിഡ് ലിപ് കളർ. എന്താണെന്ന് അറിയത്തില്ല ഈ സാധനമാണ്. ഇതെൻ്റെ 3-4 വർഷമായിട്ട് സെയിം ഇതേ കളർ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അങ്ങോട്ട് നോക്കിയാൽ സംസാരിക്കണേന്ന് തോന്നുന്നു. ഞാൻ ക്യാമറേൻ്റെ എന്നിട്ടിങ്ങനെ ബാക്കിയുള്ളത് ഞാൻ എന്തിങ്ങനെ കൊടുക്കുകയാണേ. ബ്ലഷൊക്കെ അന്വേഷിച്ച് പോകാൻ നിൽക്കണ്ട, നമ്മുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് തന്നെ ധാരാളമാണ്. ഹൈലൈറ്റർ ആണെങ്കിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാം, കുറച്ചും കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ സെറ്റാക്കുകയാണ് കേട്ടോ. പിന്നെ ഗൈസ് ചെറുതായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് കണ്ണീർ ചെറിയ രീതിയിൽ കേട്ടോ. അയ്യോ എങ്ങനെയുണ്ട് ഗൈസ്? സെറ്റ് ആയിട്ടില്ല. ഇനി കുറച്ച് ഒരു ലിപ് ലൈനറും കൂടി നമുക്ക് മുടി ഞാൻ തന്നെ ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് ഒതുക്കി കൊടുക്കണ്ട കേട്ടോ. എൻ്റെ മുടി കുറച്ച് ഒതുങ്ങി കിട്ടണ ടൈപ്പ് മുടി ആയതുകൊണ്ട് ഞാനങ്ങനെ വേറെ ഒന്നും ചെയ്യാറില്ല. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒതുക്കി ഇടാറുണ്ട്. കമ്മലിടാൻ വിട്ടുപോയി. അപ്പോൾ നമുക്കൊരു കമ്മലും കൂടി ഇട്ടിട്ട് വരാം. ഇതെങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് ഈ ഡ്രസ്സും ഈ കമ്മലും എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഈ ഗെറ്റ് റെഡി വിത്ത് മീൽ ഇതന്നെ ഇട്ടത്. ഒരു പൊട്ടിനെ കൂടി കുറവാണെന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ഒരു പൊട്ടും കൂടി തൊട്ട് കൊടുക്കാം. ഇപ്പം എങ്ങനെയുണ്ട്? കൊള്ളാവോ? സുന്ദരിയായിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് നമ്മൾ എന്ത് ചെയ്യാൻ വിട്ടുപോയാലും നമ്മൾ ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലെൻസർ, ടോണർ, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഈ 5 കാര്യങ്ങളും എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വേറെ എന്ത് നമ്മൾ മറന്നു പോയിക്കോട്ടെ, വേണ്ടാന്ന് വെച്ചോട്ടെ, പക്ഷേ ഈ 5 കാര്യങ്ങളും ഒരു 20 എബവ് ആണ് ഏജ് എങ്കിൽ നിങ്ങൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഇതിലിപ്പോൾ ഞാൻ ഉപയോഗിച്ച ബ്രാൻഡിൻ്റെ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഇത് ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് ബെസ്റ്റായിട്ടുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്കിതുവരെ ഒരു കുഴപ്പം ഇതിൽ നിന്ന് ഉണ്ടായിട്ടില്ല.
നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ വേറെ കൂടുതൽ പ്രൊഡക്ട്സൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. വേറെ അല്ലാണ്ടൊക്കെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഒത്തിരി അവൈലബിൾ ആണല്ലോ. നമ്മൾ ആദ്യം ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പുറകെ പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പം അത്യാവശ്യം നമുക്കൊന്ന് പുറത്തൊക്കെ പോകണം, ആളുടെ മുമ്പിൽ 10 പേരുടെ മുമ്പിൽ നല്ല സുന്ദരിയായിട്ട് നിൽക്കണമെങ്കിൽ ഇതൊക്കെ തന്നെ ധാരാളമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. പിന്നെ ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് നോക്കി പോകുമ്പോഴേക്കും നമ്മൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റിവ്യൂ നോക്കുക, ആ പ്രൊഡക്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങാനായിട്ട്. ഓക്കെ. പിന്നെ നമ്മളുടെ സ്കിൻ ടൈപ്പാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഓൾ ടൈപ്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ പോലും നമ്മുടെ സ്കിന്നിന് പറ്റിയതാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുഞ്ഞി ബോട്ടിലോ അങ്ങനെ രീതിയിൽ ഒരു ചെറിയ പ്രൊഡക്റ്റാണ് മേടിക്കുന്നതായിരിക്കും നല്ലത്. പലരും ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. എങ്ങനെ ഒന്ന് ഒരുങ്ങിപ്പോണം, ഒരു ഐഡിയയും ഉണ്ടാകത്തില്ല നമുക്ക്, അല്ലേ? അതായത് കുറേ നാളായിട്ട് ഞാൻ അന്വേഷണം കൊണ്ട് നടന്നേച്ചതാണ്. കാരണം എങ്ങനെ ഒന്ന് ഒരുങ്ങിപ്പോവാം, അതിന് എന്തൊക്കെ പ്രൊഡക്ട്സ് വേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം പ്രൊഡക്ട്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ ഒരുങ്ങിപ്പോവാം, സുന്ദരിയായിട്ട് തന്നെ പോവാം. എല്ലാവർക്കും ആർക്കും ഇനി അതിനെക്കുറിച്ച് വറീഡാവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. നമ്മളെല്ലാവരും സുന്ദരികളാണ്, നമ്മൾക്ക് ഒരു കുറവൊന്നുമില്ല, അല്ലേ? നമ്മളുടെ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ തന്നെ സ്നേഹിക്കാം. നമ്മൾ കറുപ്പായിക്കോട്ടെ വെളുപ്പായിക്കോട്ടെ എല്ലാവരിലും ഒരു സൗന്ദര്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഏറ്റവും വലുത്. നമ്മളിങ്ങനെ പുറമെ കാണിക്കുന്നതൊന്നുമല്ല. ഞാൻ സുന്ദരിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മളൊന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഒരു ഇച്ചിരി മേലെ നിൽക്കും, അല്ലേ? ഇപ്പം എന്നെ ആദ്യം കണ്ടതൊന്നല്ലല്ലോ ഇപ്പം എൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറിയിട്ടില്ലേ? അപ്പോൾ ഡ്രൈ സ്കിന്ന് ആരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റ് വാച്ച് വീഡിയോ എന്ന് വേണം പറയാനായിട്ട്. എനിക്ക് വളരെ ജെനുവിനായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പ്രൊഡക്ട്സൊക്കെ വളരെ ഉപകാരമായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഇതുകൊണ്ട് ഈ പ്രൊഡക്ട്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടിട്ട് എനിക്ക് ഇന്ന് വരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. എൻ്റെ സ്കിന്നിന് അങ്ങനെ അലർജിക് റിയാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ, അതേപോലെ ട്രാവൽ വീഡിയോസ്, കുക്കിംഗ് വീഡിയോസൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പ്ലീസ് ഇതേപോലെയുള്ള ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലാണല്ലോ എനിക്ക് ഒരു അടുത്ത വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.